ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. നമുക്ക് ഫസ്റ്റ് ആ സാധനം പിക്ക് ചെയ്തിട്ട് വരാം. ഇത് ഇവിടെ ആയിട്ടാണ് ആ സാധനം വന്നിരിക്കുന്നത്, കാറിന് മണ്ടയ്ക്ക്. ഇവിടെ ഞാനങ്ങനെ സാധനമൊക്കെ എടുത്തുകൊണ്ട് വരുവാണ്. എനിക്കിത് അൺബോക്സിങ് ചെയ്യാം. ഇതാണ് സാധനം, മീഷോയാണ്. ഈ കാർഡ് സാധാരണ ഇത് എല്ലായിടത്തും പറഞ്ഞു കൂട്ടി ഇരിക്കാറുള്ളതല്ലേ, പക്ഷേ എളുപ്പത്തിലും വന്ന് പിന്നെ ഞാനൊന്നും നോക്കിയില്ല, വലിച്ചങ്ങ് എടുക്കുന്നു. വരുന്ന സാധനം അങ്ങ് എടുക്കണ്ട. അങ്ങനെ എടുത്ത് വന്നപ്പോഴത്തേക്ക് വെന്നൊക്കെ ഒതുക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആ ഫാൻ അങ്ങിട്ട്. ഇതാണെങ്കിൽ ഒരു ഭയങ്കര മെനക്കേടാ. ഞാൻ എന്ത് ചെയ്തെന്ന് പറയട്ടെ, കത്രികനെ എടുക്കാം. കത്രിക അവിടെ ഒന്നും ഇല്ല. ഇങ്ങനെ കത്രികയും കൊണ്ട് വന്നപ്പോഴല്ലേ നമ്മൾക്ക് ഇത് മുറിക്കുന്ന പണി. മുറിച്ചെടുക്കും, ഞാൻ എടുക്കുമെന്ന് പറഞ്ഞാൽ എടുത്തിരിക്കും. ഇതാണെങ്കിൽ മടങ്ങി അങ്ങനെ ഒച്ച കേൾക്കല്ലോ നിങ്ങൾ. ഞാൻ മൊത്തം പൊട്ടിച്ചിട്ട് എടുക്കത്തുള്ളൂ മര്യാദയ്ക്ക്. ബാക്കി വന്നു അതും കൂടി ഞാൻ പൊട്ടിക്കും. അതും പൊട്ടിച്ചു. അങ്ങനെ നമ്മൾ ഈ സാധനം അൺബോക്സിങ് ചെയ്യുന്നു. കിട്ടി ഗൈസ്, നമുക്ക് 12 എണ്ണം കിട്ടി. കൊള്ളാലോ. 12 എണ്ണം 1 2 3 4 5 6 7 8 9 10 11 12 എണ്ണം കിട്ടും. ഇത് വേറൊന്നുമല്ല, ഇരുട്ടത്ത് ഗ്ലോ ചെയ്യുന്ന ടൈപ്പാണ്. കിട്ടിയത് തന്നെ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ല, കിട്ടിയത് തന്നെ കിട്ടിയിട്ടില്ല. പല്ലിയോ മീനാണ്. ഞങ്ങൾക്ക് ഒച്ച കിട്ടിയിട്ടൊക്കെ ഉണ്ട്. ഞാൻ അതിനെ ഒച്ച പൊട്ടിക്കാം. ഒച്ച പൊട്ടിച്ചപ്പോൾ അത് നല്ല സോഫ്റ്റ് ഐറ്റം ഇതാണെങ്കിലോ. ഒരു പൗഡർ ഉണ്ട്. പൗഡറിൻ്റെ പ്രത്യേകത അതാണ്. നമ്മൾ ഇനി ഇതെന്ത് ചെയ്യും, ഇത് സൂക്ഷിച്ച് വെക്കും. ഇതൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ എടുത്തുകൊണ്ട് പോവുക നമ്മൾ. ഇവിടെ വന്ന് സ്വിച്ച് ഇട്ടു. അപ്പോഴാണ് ദാണ്ട മലമ വീരാൻ തുടങ്ങിയത്. ഇനിയല്ലേ എനിക്കിട്ടാ. ഇതിങ്ങനെ എടുത്ത ശേഷം ഇങ്ങോട്ടങ്ങ് ഇടുന്നു. നമ്മൾ നമ്മുടെ സ്ക്വിഷി വെക്കുന്ന ഡപ്പ എടുക്കുന്നു. എടുത്ത ശേഷമാണ് നമ്മളിത് ഇതെടുത്തു. ഇതെൻ്റെ ഫ്രണ്ട് ഉത്തര തന്നെയാണ്. ഇതും അതിന് പശയൊക്കെ ഇല്ലായിരുന്നു, പൗഡറായിരുന്നു. ഇപ്പോൾ പറഞ്ഞാൽ ഭിത്തിയിലോട്ടുന്ന മോഡലാക്കി അവൾ കഴുകി കളഞ്ഞ്. നല്ല സോഫ്റ്റ് എന്ന് വെച്ചാൽ ഇഞ്ചാതി സോഫ്റ്റ്. അവളെനിക്ക് സോഫ്റ്റാണ് തന്നെ. ഫ്രണ്ടല്ല, അവളെൻ്റെ കസിനാണ് ഗൈസ്. പിന്നെ ഈ ഒരു സാധനം എന്താണെന്ന് അറിയാവുന്നവർ കമൻറ്റ്. ഇതൊരു ലുക്കൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും ആവട്ടായെന്ന് വിചാരിക്കും. പിന്നില്ലേ, 50 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേക്ക് ഞാൻ ഗീവ് അവേ കൊടുക്കും. അതായത് 100 ആകുമ്പോൾ ഗീവ് അവേ കൊടുക്കും. 50K ഒന്നുമല്ല, വെറും 50 അല്ല വെറും 100 ആകുമ്പോൾ ഞാൻ ഗീവ് അവേ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഗീവ് അവേ സാധനം കിട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബർ ആയിരിക്കണം. കൂടുതൽ കമൻറ്റും വെക്കണം. ഞാൻ അടുത്ത മാസം ഒരു ടോപ്പർ ഞാൻ നോക്കുന്നതാണ്.
അത് നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗീവ് അവേ കിട്ടുന്നതാണ്.